Programming Lab for complementary papers. Dear students, today we will discuss about find the first n prime numbers to print first n prime numbers. Prime numbers എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നമ്പർ ആ നമ്പറും അതുപോലെ വണ്ണും ഈ രണ്ട് വാല്യൂസ് അല്ലാതെ വേറെ ഒരു വാല്യൂസും അതിന്റെ ഫാക്ടേഴ്സ് ആയി വരാൻ പാടില്ല. ഈ രണ്ട് നമ്പർ മാത്രമേ അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരാൻ പാടുള്ളൂ. അത്തരം വാല്യൂസിന് അത്തരം നമ്പേഴ്സിനെ പറഞ്ഞവരാണ് പ്രൈം നമ്പേഴ്സ്. സോ പ്രോഗ്രാം നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഹാഷ് ഇൻക്ലൂഡ് conio.h void main int num I is equal to 1 j and count. Clear screen. printf enter the number നമ്മൾ എൻ്റർ ചെയ്യണം. ആ നമ്പർ സ്റ്റോർ ചെയ്യുന്നത് num എന്ന് പറഞ്ഞൊരു വേരിയബിൾക്കാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. നമ്പർ സപ്പോസ് 45 എന്നുള്ള നമ്പർ നമ്മൾ സ്റ്റോർ വിചാരിക്കാം. then prime numbers up to 45 are 45 എന്ന് പറഞ്ഞ നമ്പർ വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണോ അത് പ്രിന്റ് ചെയ്യാം 5 മിനിറ്റ്. സോ അതിനുള്ളൊരു ടെക്സ്റ്റ് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ പ്രോഗ്രാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം. while I less than or equal to num എന്നുള്ള വേരിയബിൾ കൊടുത്തത് അല്ലെങ്കിൽ ഡാറ്റ 45 എന്നുള്ള നമ്പർ. ഈ 45 എന്നുള്ള നമ്പർ I less than or equal to കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 1 ആക്കി സെറ്റ് ചെയ്യുന്ന മുകളിൽ I is equal to 1 എന്ന് സെറ്റ് കൊടുത്തിട്ടുണ്ട്. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു num ആണല്ലോ, ട്രൂ ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് വൈൽ ലൂപ്പിലോട്ട് എൻ്റർ ചെയ്യും. ശേഷം കൗണ്ട് ഈസ് ഈക്വൽ ടു 0. കൗണ്ട് നമ്മൾ എത്ര വാല്യൂസ് ഉണ്ട് നമുക്ക് കൗണ്ട് ചെയ്യണം. സോ കൗണ്ട് ഈസ് ഈക്വൽ ടു 0 ഒക്കെ സെറ്റ് ചെയ്തു. ദെൻ ഫോർ j ഈസ് ഈക്വൽ ടു 1 j ലെസ് ദാൻ I അതുപോലെ j പ്ലസ് പ്ലസ്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രൈം നമ്പർ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ആണ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. I mod j ഈസ് ഈക്വൽ 0. ഈ j ഉള്ളിടത്ത് നമ്പർ സെറ്റ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. നമ്മൾ ഫസ്റ്റ് നമ്പർ ഒരു നമ്പർ ആ നമ്പറിനെ 1 കൊണ്ട് അല്ലെങ്കിൽ 2 3 4 അങ്ങനെ ഓരോ വാല്യൂസിനോട് ഡിവൈഡ് ചെയ്യാൻ നോക്കുക. സോ ആ നമ്പറും ഏത് നമ്പറാണോ ഉദ്ദേശിക്കുന്നത് ആ നമ്പറും അതുപോലെ 1ഉം ഈ രണ്ട് മാത്രമേ ഫാക്ടേഴ്സ് ആയി വരാൻ പാടുള്ളൂ. ഫാക്ടേഴ്സ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ അത് ഏതാ I mod j is equal to 0 അല്ലെ. അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 0 ആണ് കിട്ടുക. റിമൈൻഡർ ഒന്നും ഇല്ലെങ്കിൽ അതാണ് മോഡുലസ് ഓപ്പറേറ്റർ കൊടുത്ത്. സോ I mod j is equal to 0 ആണെങ്കിൽ അത് അതിന്റെ ഒരു ഫാക്ടർ ആയിട്ട് മാറും. ആ ഒരു നമ്പർ അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. സോ ആ നമ്പറും 1ഉം അല്ലാതെ വേറൊരു നമ്പറും ഇങ്ങനെ ഈക്വൽ ടു 0 ആയി വരാൻ പാടില്ല. ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കണം, ട്രൂ ആണോ നോക്കണം. ഇപ്പൊ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, കൗണ്ട് പ്ലസ് പ്ലസ് ചെയ്യും. സോ ആ ഒരു കണ്ടീഷൻ നമ്മൾ എപ്പോഴും കൊടുത്തിരിക്കണം. അപ്പൊ ഇതിനെ ഒരു ലൂപ്പിനകത്തിട്ട്, കാരണം 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഏത് 45 എന്ന് പറഞ്ഞ നമ്പർ വരെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ 1 മുതൽ j is equal to 1, ഫസ്റ്റ് വാല്യൂ j is equal to 1, j ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു I, ഐയുടെ വാല്യൂ ഫസ്റ്റ് 1 സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നെ എന്ത് ചെയ്യും, അത് ഇൻക്രിമെന്റ് ചെയ്യും. 2 ആവും, 3 ആവും, 4 ആവും, ഓരോ തവണ അത് ഇൻക്രിമെന്റ് ചെയ്ത് പോകും. സോ I mod j is equal to 0, then count പ്ലസ് പ്ലസ്, ആ കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ദെൻ ഈ കൗണ്ടിന്റെ കണ്ടീഷൻ if count is equal to 2 എന്നുള്ളതാണ് കൗണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് %d I, ജസ്റ്റ് I പ്രിന്റ് ചെയ്യിപ്പിക്കുക. I എന്ന് പറഞ്ഞാൽ ഏതാണോ നമുക്ക് പ്രിന്റ് ചെയ്യുന്ന ഉദ്ദേശം. ഇപ്പൊ 1 ആണ്, ആ 1 പ്രിന്റ് ചെയ്ത് വരും ഔട്ട്പുട്ട് ആയിട്ട്. then I പ്ലസ് പ്ലസ്, I ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, I 2 ആയി മാറും. I 2 ആയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഈ ഒരു ലൂപ്പിനകത്തുനിന്ന് വന്നത് ഈ I പ്ലസ് ഈ വൈൽ ലൂപ്പിനകത്തുനിന്ന് വന്നത്. അപ്പൊ I പ്ലസ് പ്ലസ് കിട്ടി കഴിഞ്ഞാൽ വീണ്ടും എവിടെ പോകും, I ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു num. 2 കിട്ടി, അതിന്റെ വാല്യൂ 1 ആയിരുന്നു, 2 ആയി മാറി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു num ആണോ, അതെ ആണല്ലോ. അപ്പൊ വീണ്ടും ഈ ലൂപ്പിനകത്തൊക്കെ വരും, കൗണ്ട് ഈസ് ഈക്വൽ ടു 0 സെറ്റ് ചെയ്യും. then for j is equal to 1 j ലെസ് ദാൻ I j പ്ലസ് പ്ലസ്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ വെച്ച് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ഐയുടെ വാല്യൂ 2 ആവും. ഇവിടെ വരുമ്പോ 2 mod j, ജയുടെ വാല്യൂ 1 അല്ലേ, 2 mod 1 ഈക്വൽ 0 ആണോ, 0 ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ആ കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, ഇവിടെ വരും, വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഈ ഫോർ ലൂപ്പ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. j ലെസ് ദാൻ I എന്നാണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വരെ പോകും. അടുത്ത വാല്യൂസ് എന്തായിരിക്കും, ജെന്റെ വാല്യൂ 2 ആവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ആണോ, കാരണം ജെന്റെ വാല്യൂ 2 ആയിപ്പോ ഐയുടെ വാല്യൂ ഓൾറെഡി 2 ആണ്, അപ്പൊ ഈക്വൽ ടു ആണ്. അപ്പൊ ഈ ഒരു കേസ് കൂടെ വർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ വരും j I mod j is equal to 0 ആണോ, അതെ 0 ആണ്. അപ്പോൾ കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, വീണ്ടും ഇവിടെ വരും, അപ്പൊ വീണ്ടും ഇത് വയലേറ്റ് ചെയ്യും, ഔട്ട്പുട്ട് പുറത്ത് വരും. കൗണ്ട് is equal to 2 ആണല്ലോ, അത് പ്രിന്റ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഓരോ കണ്ടീഷനിലും ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഓർത്തെടുക്കുന്ന കണ്ടീഷൻ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് ദെൻ ഏത് കണ്ടീഷനിലാണ് ഇത് വയലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ, അത് ഏത് കണ്ടീഷനിലാണ് പ്രൈം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. അത് I mod j is equal to 0. ഇവിടെ നമ്മൾ കൊടുത്ത നമ്പർ ആ നമ്പറും 1ഉം അല്ലാത്ത കേസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഫോർ ലൂപ്പിൽ കൊടുക്കുക, ഒരു ലൂപ്പ് കൊടുക്കുക. അപ്പർ ഫസ്റ്റ് ലിമിറ്റ് ലോവർ ലിമിറ്റ് 1ഉം അപ്പർ ലിമിറ്റ് ഏത് നമ്പറാണോ ചെക്ക് ചെയ്യുന്നത് ആ നമ്പറും.
അപ്പൊ ഇത് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല. ഓക്കെ, ആ ഒരു കേസ് വരും. അതായത് അതിന് ഫാക്ടേഴ്സ് ആയിട്ട് വരും. ഫാക്ടേഴ്സ് 1ഉം ആ നമ്പറുമായി വരുന്നത് മാത്രമേ എന്തായി വരുള്ളൂ, ഈ ഒരു പ്രൈം നമ്പറിന്റെ ഗണത്തിൽ വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വരുന്ന വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൗണ്ട് ചെയ്യാം, കൗണ്ട് പ്ലസ് പ്ലസ് കൊടുക്കാം. ദെൻ ഓരോ തവണ ഇത് വയലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ പ്രിന്റ് ഓഫ് പെർസെന്റേജ് ഡി ഐ പ്രിന്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് പ്രൈം നമ്പേഴ്സ് മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ. ഇനി ലാസ്റ്റ് കേസ് നോക്കി, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം. ഈ ഒരു കേസ് 45 എൻട്രി ആണ്. അപ്പോൾ 45 ഈക്വൽ നം നമ്മൾ ഈക്വൽ ടുന്റെ കേസാണ്. അപ്പൊ അതും കൂടെ ഇവിടെ വർക്ക് ചെയ്യും, ആ ഒരു കേസും കൂടെ. എന്നിട്ട് വർക്ക് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് വയലേറ്റ് ചെയ്യും. ഏതാണോ പ്രിന്റ് ചെയ്യുന്ന നമ്പർ, ആ പ്രിന്റ് ചെയ്യേണ്ട പ്രൈം നമ്പർ ഏതാണോ അത് മാത്രം പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, വൈൽ ലൂപ്പിന് പുറത്ത് ഒരു സ്ലാഷ് എൻഡ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം പ്രോഗ്രാം. എന്റർ ദ നമ്പർ എൻ്റർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് 45 ഞാൻ എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ 45 വരെയുള്ള നമ്പേഴ്സിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പർ അതെല്ലാം പ്രിന്റ് ചെയ്ത് വന്നു. ഒരു വരെ നമ്പർ എടുത്ത് നോക്കി, 59 നമ്പർ. ഏത് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഔട്ട്പുട്ട് കിട്ടും. ദാറ്റ് ഈസ് 399 ഉണ്ടാവും. ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ്. 399 വരെയുള്ള 399 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ആണ് ഇപ്പൊ പ്രിന്റ് ചെയ്ത് വന്നത്. സ്മോളസ്റ്റ് പ്രൈം നമ്പർ ആണ് 2 ആണ്. അതാണ് ഫസ്റ്റ് 2 ആണത്, എപ്പോഴും 2 ആണ് വരുന്നത്. അപ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ വരെയുള്ള പ്രിന്റ് ചെയ്ത എമൗണ്ട് കിട്ടും, 66. ഓക്കെ, ഏത് നമ്പർ കൊടുത്താലും അതുപോലെ വരും. നമുക്കൊന്ന് നോക്കാം, 693. ആ വാല്യൂസ് എല്ലാം പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. മാക്സിമം 888 888 വരെ ഉണ്ട്. ഏത് വാല്യൂസ് നമുക്ക് കിട്ടും, 1000 മുകളിൽ കിട്ടും. നോക്കി, 1500. ഓക്കെ, കംപ്ലീറ്റ് വാല്യൂ പ്രിന്റ് ചെയ്തു. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.